പണ്ടു പണ്ട് പച്ചപ്പട്ടുടുത്ത മലനിരകൾക്ക് താഴെ ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ നമ്മുടെ രാമുക്കുട്ടൻ താമസിച്ചിരുന്നു. രാമു വലിയ പാവമായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും പകൽ മുഴുവൻ വെയിലത്ത് പണിയെടുത്താലും വൈകുന്നേരം വീട്ടിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയുണ്ടാകില്ലായിരുന്നു. മഴക്കാലം വന്നാൽ രാമുവിന് വലിയ വിഷമമാണ്. മറ്റു കുട്ടികൾ പുതിയ കുടകളും റെയിൻകോട്ടുകളും ഇട്ട് സ്കൂളിൽ പോകുമ്പോൾ പാവം രാമു ഒരു പഴയ വാഴയില തലയിൽ വെച്ച് മഴ നനഞ്ഞു നടക്കും. അവന്റെ കീറിയ കുപ്പായം കണ്ട് മറ്റു കുട്ടികൾ അവനെ കളിയാക്കുമായിരുന്നു. അന്നൊക്കെ രാമുവിന്റെ കുഞ്ഞു മനസ്സ് വിങ്ങുമായിരുന്നു. എനിക്കും എന്നെങ്കിലും ഇതൊക്കെ വാങ്ങാൻ കഴിയുമോ? അവൻ ആകാശത്തേക്ക് നോക്കി ചോദിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കനത്ത മഴയുള്ള ഒരു വൈകുന്നേരം രാമു ഒരു മരച്ചുവട്ടിൽ തണുത്തു വിറച്ചു നിൽക്കുമ്പോൾ ഒരു വൃദ്ധൻ അവിടെ വന്നു. അദ്ദേഹം പൂർണ്ണമായും നനഞ്ഞിരുന്നു. രാമുവിന് അദ്ദേഹത്തെ കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. തന്റെ കീറിയ തോർത്തുമുണ്ടെടുത്ത് അവൻ തല തുടച്ചുകൊടുത്തു. യഥാർത്ഥത്തിൽ ആ വൃദ്ധന്റെ രൂപത്തിൽ വന്നത് ദൈവമായിരുന്നു. രാമുവിന്റെ പാവം മനസ്സിനെ പരീക്ഷിക്കാൻ വന്നതായിരുന്നു അദ്ദേഹം. പോകുന്ന നേരം അദ്ദേഹം തന്റെ കയ്യിലിരുന്ന ഒരു പഴയ മടക്കിക്കുട രാമുവിന് നൽകി. മുത്തച്ഛൻ പറഞ്ഞു, മോനെ, ഇതൊരു സാധാരണ കുടയല്ല. നീ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ കുട നിവർത്തി മഴ പെയ്യട്ടെ, നന്മ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്നതെന്തും നിന്റെ മുന്നിലെത്തും. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് മറ്റൊരാൾക്കു വേണ്ടി ആവണം. രാമുവിനത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ ആ കുട വീട്ടിൽ കൊണ്ടുപോയി ഒരു മൂലയിൽ ഭദ്രമായി വെച്ചു. അന്ന് രാത്രി വീട്ടിൽ വലിയ സങ്കടമായിരുന്നു. അച്ഛന് പണിക്കു പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ അരിയില്ല. അമ്മ വിശന്ന് തളർന്ന് ഇരുട്ടത്തിരുന്ന് കരയുകയാണ്. അമ്മയുടെ സങ്കടം കണ്ടപ്പോൾ രാമുവിന്റെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്നവന് മുത്തച്ഛന്റെ വാക്കുകൾ ഓർമ്മ വന്നു. അവൻ ആ പഴയ കുട കയ്യിലെടുത്തു. മുറ്റത്തേക്കിറങ്ങി നിന്ന് കുട നിവർത്തി കണ്ണുകളടച്ച് അവൻ മന്ത്രിച്ചു. മഴ പെയ്യട്ടെ, നന്മ പെയ്യട്ടെ. എന്റെ അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ നല്ല ചൂടുള്ള ഭക്ഷണം വേണം. പെട്ടെന്നൊരു സുഗന്ധം പരന്നു. അവൻ കണ്ണു തുറന്നപ്പോൾ അവന്റെ മുന്നിലെ തറയിലിതാ ആവി പറക്കുന്ന ഇലപ്പൊതികൾ. അതിൽ നെയ്യൊഴിച്ച ചോറും കറികളും. രാമു വേഗം ആ ഭക്ഷണം അമ്മയ്ക്കും അച്ഛനും നൽകി. പിന്നീടുള്ള ദിവസങ്ങളിൽ രാമു തന്റെ ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ രാമു തന്റെ കൂട്ടുകാരൻ അപ്പുവിനെ കണ്ടു. അവനൊരു കല്ലിന്മേലിരുന്ന് തേങ്ങി തേങ്ങി കരയുകയായിരുന്നു. രാമു അടുത്തു ചെന്ന് ചോദിച്ചു, എന്താ അപ്പു, എന്തുപറ്റി? അപ്പു തന്റെ ഒടിഞ്ഞ പെൻസിൽ കാണിച്ചു കൊടുത്തു. പുതിയതൊന്നു വാങ്ങാൻ അവന്റെ അച്ഛന്റെ കയ്യിൽ കാശില്ല. അപ്പുവിന്റെ ആ സങ്കടം കണ്ടപ്പോൾ രാമുവിന്റെ നെഞ്ചു പിടഞ്ഞു. പണ്ട് തനിക്കുണ്ടായ അതേ വേദന അവൻ അപ്പുവിന്റെ കണ്ണുകളിൽ കണ്ടു. അവൻ ഉടനെ കുട നിവർത്തി കണ്ണുകളടച്ചു മന്ത്രിച്ചു. മഴ പെയ്യട്ടെ, നന്മ പെയ്യട്ടെ. എന്റെ അപ്പുവിനൊരു ബോക്സ് നിറയെ പെൻസിലുകൾ വേണം. അവൻ കണ്ണു തുറന്നപ്പോൾ അതാ അപ്പുവിന്റെ മടിയിൽ തിളങ്ങുന്ന പുതിയ പെൻസിലുകൾ. അപ്പു ചിരിക്കുന്നത് കണ്ടപ്പോൾ രാമുവിന്റെ സങ്കടമെല്ലാം മാഞ്ഞുപോയി. മറ്റൊരു ദിവസം അതിശൈത്യമുള്ള ഒരു പുലർച്ചെ അയൽപക്കത്തെ കുഞ്ഞു മീനു മുറ്റത്തുനിന്ന് വിറയ്ക്കുന്നത് രാമു കണ്ടു. തണുപ്പുകൊണ്ട് അവളുടെ കൈകാലുകൾ നീലിച്ചിരുന്നു. കീറിയ അവളുടെ ഉടുപ്പിലൂടെ തണുത്ത കാറ്റ് കയറുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട രാമുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒരു കുഞ്ഞുകുട്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ അവന് പറ്റിയില്ല. അവനുടനെ മാന്ത്രിക കുട നിവർത്തി ആത്മാർത്ഥമായി ചോദിച്ചു, മഴ പെയ്യട്ടെ, നന്മ പെയ്യട്ടെ. പാവം മീനുവിനെ പുതയ്ക്കാൻ നല്ലൊരു കമ്പിളി പുതപ്പും ഉടുപ്പും വേണം. നിമിഷങ്ങൾക്കകം മീനുവിന്റെ മുന്നിൽ പട്ടുപോലെ മൃദുവായ വസ്ത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. സ്വന്തം കഷ്ടപ്പാടുകൾ മാറിയെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് രാമു എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. നമ്മൾ മറ്റുള്ളവരുടെ സങ്കടം കണ്ട് അവരെ സഹായിക്കാൻ മനസ്സ് കാണിച്ചാൽ ദൈവം നമുക്ക് എപ്പോഴും കൂട്ടുണ്ടാകും. കൂടുതൽ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാരെ.